ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഞാൻ നേരത്തെ വള്ളിക്കുന്ന് എന്നാണ് അമ്പലത്തിൻ്റെ പേര് പറഞ്ഞത്. ശരിക്കും വള്ളിക്കുന്നല്ല, വള്ളിക്കാവാണ് കേട്ടോ. വള്ളിക്കാവ് അമ്പലത്തിൽ ഞങ്ങൾ പോയതിൻ്റെ വിശേഷമാണ്. അതായത് ചെങ്ങന്നൂർ അമ്പലത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയതിന് ശേഷം ഞങ്ങൾ വള്ളിക്കാവിലാണ് പോയത്. പിന്നെയും തെറ്റും, എനിക്കെപ്പോഴും വള്ളിക്കുന്നേ വായി വരുള്ളൂ കേട്ടോ. വള്ളിക്കാവ് അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം നടന്നു. കാരണം ആദ്യം ഞങ്ങൾ ചെന്ന ടൈമിൽ കുറച്ച് മഴയായിരുന്നു. മഴ കാരണം ഈ കുരങ്ങൊക്കെ മുകളിലോട്ട് കയറിപ്പോയി, അവരൊന്നും ഇറങ്ങി വന്നില്ല. അപ്പം അവളെ 2 പ്രാവശ്യം കൊണ്ടുവന്നിട്ടും കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ 3-4 പ്രാവശ്യമൊക്കെ വന്നിട്ടിപ്പം നല്ല രസമാണ്. ഒത്തിരി പേര് ഇറങ്ങി വരുമ്പോൾ നല്ല ഭംഗി ഈ കുരങ്ങൊക്കെ വരുമ്പം. പക്ഷെ അപ്പം അവൾ കണ്ടിട്ടില്ല, കുഞ്ഞു കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന് റിഞ്ചുവും അവരും കണ്ടിട്ടില്ല. അവർ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വരുന്നതും ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഓർത്താന്ന് ഇച്ചിരി വെയിറ്റ് ചെയ്തിട്ട് അതിനൊക്കെ കണ്ടിട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തന്നെ കുറേ നേരം നിന്നു. അപ്പം ഇവള് ഈ ഊത്ത് താഴെ വെച്ചിട്ടേ ഇല്ല കേട്ടോ. കുഞ്ഞുമാവ കിട്ടിയപ്പോൾ തൊട്ട് ഇങ്ങനെ ഊത്തി നടക്കുമായിരുന്നു. അതുപോലെയാണ് നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടുക, അല്ലെങ്കിൽ നല്ല സെയിം ബോണ്ടിൽ ഒരാളെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അങ്ങനെ ഒരു ഫ്രണ്ടാണ് എനിക്ക് റിഞ്ചു എന്ന് പറയുന്നത്. ശരിക്കും അവളുടെ പേര് അഞ്ജന എന്നാണ്. ഞങ്ങൾ റിഞ്ചു എന്നാണ് കുഞ്ഞിലോട്ടെ വിളിക്കുന്നത്. എൻ്റെ കസിനായിട്ട് വരും. കസിൻസ് എന്ന് വെച്ചാൽ അങ്ങേറ്റത്തെ ഒത്തിരി അകന്ന റിലേഷനൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണ്. കുഞ്ഞിലെ വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു, കാരണം ഇവൾ ഭയങ്കര പഠിപ്പിസ്റ്റാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞിലെ വലിയ ഇച്ചിരി ദേഷ്യമായിരുന്നു. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ്, അപ്പോൾ ഇവൾ ഭയങ്കര പഠിപ്പിസ്റ്റാണ്. ഫുൾ A+ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇവളുടെ ഞങ്ങളുടെ കസിൻസ് തന്നെ അവളെ കണ്ടുപിടിക്കുന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പോലും പറയുന്നത് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നാറുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അന്നേരം ഒന്നും ജസ്റ്റ് അടുക്കത്തില്ല, കാണുമ്പോൾ ചിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു +1 ഡിഗ്രി ഒക്കെ ആയ സമയത്താണെന്ന് തോന്നി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയും. ഞാനും ഓപ്പൺ മൈൻഡാണ്, അവളും ഓപ്പണാണ്. അപ്പം ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ടൊന്നും അറിയത്തില്ല, ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് അടുക്കുമായിരുന്നു. അങ്ങനെ പിന്നെ വലിയ ഫ്രണ്ട്ഷിപ്പായി. എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കും അറിയാം, അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കും അറിയാം. വീഴ്ചയിലും കൂടെ നിൽക്കും എന്നൊരു ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണല്ലോ നമുക്ക് വേണ്ടുന്നത്. നമുക്ക് അങ്ങനെ ആരും കേൾക്കാനായിട്ട് ഇരിക്കത്തില്ല. പക്ഷേ ഇവളുടെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടി ഇരിക്കും കേട്ടോ. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ കുരങ്ങന്മാരൊക്കെ വന്നു. ഞങ്ങളപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോയി. ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ കണ്ടോ പാനരപ്പുരയെന്ന് പറഞ്ഞിട്ട് കുരങ്ങന്മാർക്ക് ഫുഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ഏരിയ തന്നെ ഉണ്ട്. അമ്പലത്തിലെ ആൾക്കാർ തന്നെ ഇതിന് ഫുഡൊക്കെ കൊടുക്കും. ഈ കുരങ്ങൊന്നും നമ്മളെ ഒന്നും ശല്യം ചെയ്യത്തില്ല. ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരൊന്നും നമ്മളെ ഉപദ്രവിക്കാനായിട്ടൊന്നും വരത്തില്ല. പിന്നെ നമ്മൾ അവരെ പേടിപ്പിക്കാതിരുന്നാൽ മതി, നമ്മളൊന്നും ചെയ്യത്തില്ല. നല്ല രസമായിരുന്നു. എല്ലാം ഇങ്ങനെ കുഞ്ഞു കുരങ്ങ് വരെയും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പേടിയാണ്, ഞാൻ മാറിയെന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ. ഏട്ടനും ജസ്റ്റ് ഇങ്ങനെ കപ്പലണ്ടി കൊടുത്തു. പക്ഷേ ആ വീഡിയോ കിട്ടി. ദീപു ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് അവളെ കാണുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു അവൾക്ക്. അവളിങ്ങനെ എൻജോയ് ചെയ്തു. പിന്നെ ഇത് കണ്ടോ, ഇപ്പം വാങ്ങിച്ച് കഴിക്കാൻ നേരത്തെ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ കൈ വലിക്കാതിരുന്നാൽ മതി, അതൊന്നും ചെയ്യത്തില്ല, കഴിച്ചിട്ടങ്ങ് പൊക്കോളെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ ആവശ്യത്തോടെ അടുത്തില്ല. ഏട്ടനെ കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പേടിയാണെന്ന് പറയും. കാരണം വലിയ ആൾക്കും കിട്ടിയ പിന്നെ നമ്മൾ അതിൻ്റെ പുറകിന് പോകണ്ടേ, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. പിന്നെ അവനിങ്ങനെ കൊടുത്തു, അബി ഇങ്ങനെ കൊടുത്തു. നല്ല രസമായിട്ടോ, പിടിച്ചിങ്ങനെ സോഫ്റ്റ്, ഭയങ്കര തണുപ്പായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ കയ്യിൽ. അതിങ്ങനെ പിടിച്ച് വെച്ച് ഇങ്ങനെ കഴിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഒരു പെൺകുരങ്ങാട്ടോ, ഭയങ്കര പ്രായം ചെന്നൊരു കുരങ്ങായിരുന്നു ആ വന്ന് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ യാത്രയായിട്ട് ഞങ്ങൾ നേരെ ചെറിയനാട് അമ്പലത്തിലോട്ട് പോയായിരുന്നു കേട്ടോ. ഈ നല്ല റോഡും നല്ല പ്രകൃതി ഭംഗിയായിരുന്നു. ഞങ്ങൾ ആ ചെറിയനാട്ട് അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാട്ടോ. അപ്പം നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഞാനും റിഞ്ചും കൂടി യൂട്യൂബിലൊന്ന് ആക്റ്റീവ് ആവാം, ഞാനിങ്ങനെ അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ട് നമുക്ക് പോകുമ്പം ജസ്റ്റ് ചുമ്മാതെ വീഡിയോ ഒക്കെ എടുക്കാം. കാരണം ഞാനും വീട്ടിലിരിക്കുകയാണ്, അവളും വീട്ടിലിരിക്കുകയാണ്. ജോലിയൊന്നും അങ്ങനെ സെറ്റ് ആവുന്നില്ല. എനിക്ക് കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം എങ്ങനെയെങ്കിലും ഇതിനകത്തൊക്കെ ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ, അവൾ നല്ലതായിട്ട് പാട്ട് പാടും. അപ്പം ഞാൻ പറഞ്ഞു നിന്നെക്കൊണ്ട് നല്ല കഴിവുള്ളതല്ലേ, അപ്പം എന്തായാലും ചുമ്മാ ഇറങ്ങിത്തിരിക്കുക, രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങളങ്ങ് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുവാണ് യൂട്യൂബ് ചാനലിലൂടെ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെറിയനാട് അമ്പലത്തിലോട്ട് ചെന്നു. അവിടെ കണ്ടാണ് ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കമണ്ടലുമാണ്. പണ്ടൊക്കെ മഹർഷിമാർ ഇത് മുറിച്ചിട്ടാണ് ഇതിനകത്ത് വെള്ളം നിറച്ചുകൊണ്ടിരുന്നതെന്നാണ് ഏട്ടൻ എന്നോട് പറഞ്ഞു തന്നെ കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല, ഇത്തരം ചേട്ടൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ അവിടെ കണ്ടൊരു മരമാണ്. ഇതിനൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇത് മറ്റലകളെ പോലല്ല, അതായത് ഒരുപാട് ശീലങ്ങളുള്ള ഒരു വൃക്ഷമാണിത്. ഇതിന് ഏകദേശം നല്ല പഴക്കമുണ്ട്. ഇതൊരു വൃക്ഷമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുളത്തിലെടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ 2 വെള്ള മീനൊക്കെ ഉണ്ട്. അതിനെയൊക്കെ കണ്ട് അവിടെ തവള ഇടുന്നുണ്ടോ? തവള അവിടെ കോണ ഇടുന്നുണ്ടോ?
കവളയാണോ കമല വിടുന്നത്? ജന്നിയുടെ തുടക്കം വെട്ടുവലി അതും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ആയി, നരേന്ദ്രപ്രസാദായി മാറും. പിന്നെ റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റീലൊക്കെ എടുത്തു. ഭയങ്കര കോമഡി ആയിരുന്നു, എല്ലാം ശരിയാവുന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് റീൽ എടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ഭയങ്കര രസമായിട്ടോ. ഞങ്ങളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ റീൽ എടുക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. അങ്ങനെ റീൽ എടുത്തു, പിന്നെ ഡാൻസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. നല്ല കാറ്റാണ് അവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലോട്ടിങ്ങി പോകുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും.